ശബരിമലയ്ക്ക് അങ്ങോട്ട് പൈസ ഒന്നും കൊടുക്കുന്നില്ല, അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് എടുക്കുന്നുമില്ല. ബാങ്ക് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടോണം, അതിൻ്റെ പലിശ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടെന്നാണ്. FD പൊട്ടിക്കണമെങ്കിൽ ഇവരെ കോടതി അറിയണം. പിന്നെ അത് വളരെ അക്കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ ശബരിമലയിലെ പൈസ അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നത് ആരോപണം മാത്രമാണ്. പിന്നെ എണ്ണം വല്ലതും എടുത്ത് ചെവിയുടെ ഇടയിൽ അങ്ങനെ വെച്ചൊന്നിരിക്കാൻ അതൊക്കെ പരിശോധിച്ചിട്ടാണ് കയറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ബൾക്കായിട്ട് കിട്ടുന്നത് മുഴുവൻ ബാങ്കിലിടുക എന്നുള്ളത് തന്നെയാണ്. ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് ബാക്കി ക്ഷേത്രങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പോകുന്നുണ്ട് പൈസ. കാരണം ദേവസ്വത്തിൻ്റെ ബോർഡിൻ്റെ വരുമാനത്തിൻ്റെ എനിക്ക് തോന്നുന്ന സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ അന്നദാന പ്രഭുവായിട്ടുള്ള അയ്യപ്പൻ കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ 4-5 10 ക്ഷേത്രങ്ങൾക്ക് താഴെ ഉള്ളൂ എന്തെങ്കിലും വരുമാനമുള്ളത്. ചെട്ടിക്കുളങ്ങര, മലയാലപ്പുഴ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്ഷേത്രങ്ങൾക്കേ ഉള്ളൂ അത് നടത്തിക്കൊണ്ടുപോകാൻ. ബാക്കി ക്ഷേത്രങ്ങൾ ഈ ജീവനക്കാർക്ക് ശമ്പളം എല്ലാം ഇവിടുന്ന് തന്നെയല്ലേ വരുന്നത്. ശബരിമലയിൽ നിന്നാണ്. അന്നദാന പ്രഭു തന്നെയാണ്, ശബരിമലയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് ബോർഡിൻ്റെ ഏറ്റവും വലിയ വരുമാനം. അത് ദേവസ്വം ബോർഡ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോകുന്നു. ദേവസ്വം ബോർഡിൻ്റെ ട്രാവൻകൂർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് വേറെ, മലബാർ ദേവസ്വം അങ്ങോട്ട് പോകുന്നില്ല. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ മഹാരാജാവ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾ പിന്നീട് ഏറ്റെടുത്ത ക്ഷേത്രങ്ങൾ.